അതുപോലെ യാ റസൂൽ അല്ലാണ്ട് വിളിക്കിற സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ യാ മുഹിദ്ദീൻ ഷെയ്ഖ് എന്ന് വിളിക്കിற. അപ്പൊ ഈ യാ അല്ലാണ്ട് വിളിക്കരുതും യാ മുഹിദ്ദീൻ ഷെയ്ഖ് എന്ന് വിളിക്കരുതും അല്ലെങ്കിൽ യാ റസൂൽ അല്ലാണ്ട് വിളിക്കരുത്. കേൾക്കുമ്പോ ഒരേപോലെ കേക്ക്. അപ്പൊ ഊടെ ഇസ്തിഗാസം ആരാധന എങ്ങനെ ഉസ്താദ് വേർതിരിവ് എവിടെ വേർതിരിവ്? ഇസ്തിഗാസ അതുപോലെ ആരാധന എവിടെ ഇത്തിക്കര് വേർതിരിവ് ഉസ്താദ്? ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കല്ല, സമയം കുറെ ലേറ്റാവിടും. അള്ളാഹുടെ വിളിക്കുമ്പോ എല്ലാത്തും അർഹതയുള്ളവൻ അള്ളാഹു. അതായിട്ട് ഇക്കട് ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാണ്ട് ഒരു ഇലാഹ് ഇല്ല ചൊല്ലും. അതുകൊണ്ട് ഞങ്ങളെ ഇബാദത്ത് അത്തഹിയ ഞങ്ങ വജ്ജഹതു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. ഇന്ന് നോക്കൂ, ഇന്ന സ്വലാത്തി നന്റെ നിസ്കാരം അല്ലെ, വനുസുകി നന്റെ ഹജ്ജ്, നന്റെ ഇബാദത്ത്, വമഹിയായ നന്റെ ഹയാത്ത്, നന്റെ ജീവിതം, വമമാതി നന്റെ മരണം എല്ലാം അർപ്പിക്കട അള്ളാഹു. കാരണം എല്ലാത്തും ഒറ്റ ഒരാളുള്ളൂ, ഉത്തരം തന്നവണ് അള്ളാഹു. പിന്നെ കേട്ടാറ് യാ റസൂൽ അല്ലാണ്ട് വിളിച്ചില്ലേ? അത് വിളിച്ചത് അള്ളാഹു കൊടുത്ത കഴിവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത കഴിവുകളുടെ മോചത്ത് മുഖേന അത് ഞങ്ങൾക്കൊരു ഈ ഒരു പ്രതിഷ്ഠയായിട്ട്, അതായത് വിളിക്കുക വേണ്ടിയിട്ട് കൽപ്പിച്ച്. നിങ്ങൾക്ക് ഒന്നിക്കു തവസ്സുലിന്റെ വിഷയം കേൾക്കുമ്പോ ഇമാം ഹാക്കിം റഹിമഹുല്ലാ മുസ്തദ്രക്കിൽ ഉദ്ധരിച്ച ഒരു ഹദീസില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് നാണ് കണ്ട് അവിടെ മുഹമ്മദുർ റസൂലുള്ളാഹ് ചൊന്ന് അതുകൊണ്ട് ഫഗ്ഫിർലി നക്ക് നീ പുറത്തു തരണോ. കേട്ടാറല്ലേ? ഫഗ്ഫിർലി, ഈ മുഹമ്മദ് നബി തങ്ങള് സാധാരണ ആളൊന്നും അല്ല. ആ നബിത്തങ്ങൾക്ക് പല പോരിഷകളും മുഅ്ജിസത്ത് മുഖേന കൊടുത്ത്, അതുകൊണ്ട് നബിത്തങ്ങളെ മദീനത്ത് പോയിട്ട് ഞങ്ങൾ ചൊല്ലണ്ടേ എന്തൊരു ചൊല്ല? അള്ളാഹു ആരണ്ടി എന്ന് വിശ്വസിക്കണമാ? ഇല്ലേ. അള്ളാഹു കൊടുത്ത കഴിവ് അത് മുഖേന ഞങ്ങൾ കേൾക്കുന്നത്, അതാണ് ഇസ്തിഗാസ. മർമ്മത്തെ ചോദ്യം നിങ്ങളത്. ആ ഇസ്തിഗാസ ആയിട്ട് ഞങ്ങൾ കേട്ടോണ്ടുള്ളൂ. മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളെയും കേട്ടോണ്ടുള്ളതും അങ്ങനെ. ഞങ്ങൾ ഇവിടെ വരുമ്പോ സയ്യിദ് മദനി തങ്ങളെ വിട്ട പോയിട്ടും വന്ന അവിടെയും ചൊന്നേ ഞങ്ങളെ പരിപാടി വിജയിപ്പിച്ചു തരണോ, ഞങ്ങളെ സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും സയ്യിദ് മദനി തങ്ങളെ ബറക്കത്തിനാൽ നീ വലിയ റാഹത്ത് കൊടുക്കണുണ്ട്. അതെ, ഔലിയാക്കൾക്ക് അല്ല കൊടുത്ത ഓരോ കറാമത്തുകൾ അള്ളാഹു വലിയ ബഹുമാനം കൊടുത്തു. ആ ബഹുമാനം കൊണ്ട് ഔലിയാക്കളുടെ കേൾക്കുമ്പോ അതായിട്ട് ഇക്കട് ഇസ്തിഗാസ. നബിത്തങ്ങള് ഒറിജിനൽ ആയിട്ട് നബിത്തങ്ങളെ സഹായിക്കട്, ആ ഉദ്ദേശം നമുക്കില്ലല്ലോ. ഉണ്ടാ നബിത്തങ്ങളെ സഹായിക്കട് ഉണ്ടാ? ചൊല്ലു ചൊല്ലു, നബിത്തങ്ങളെ സഹായിക്കട് ചൊല്ല വിശ്വാസം ഉണ്ടോ? എങ്ങനെ എങ്ങനെ വിശ്വാസം നക്കുണ്ട്. പക്ഷെ ആൽമാറുകളുടെ ഡൗട്ട് ആൽമാർക്ക് മനസ്സിലാവുക വേണ്ടിട്ടേ ഞാൻ കേട്ടോണ്ടുള്ളൂ. ഞങ്ങളെ സദസ്സിലും ഓൺലൈനിലും കൂടി കേക്കട ആൽമാരൊട്ടിക്ക് ഞാൻ കേക്കടോ അല്ലാണ്ട് റസൂലെ തണ്ടോ ചൊല്ല വിശ്വാസം നമുക്കില്ലേ? അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് നബിത്തങ്ങളെ ഞങ്ങളെ സഹായിക്കട്, നബിത്തങ്ങളെ ഞങ്ങളെ സഹകരിക്കറ. അങ്ങനൊക്കെ പല സംഭവങ്ങൾ കിതാബിലുണ്ടല്ലേ. ഇബ്നു കസീർ എത്ര ഉദ്ധരിച്ചതുണ്ട് ഉസ്താദ്. റസൂൽ സല്ലല്ലാഹു അലൈഹി ചില സംഭവ ഉസ്താദുമാര് ഓതുറാറ്. അത് ചിലപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹയാത്ത് കാലത്തിൽ കേട്ടതേറ്റിക്കും. അങ്ങ് വഫാത്തായിൽ പിന്നെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും എന്നതുപോലെ ഔലിയാക്കന്മാർക്കും അങ്ങനത്തെ ഒരു കഴിവ് അള്ളാഹു കൊടുത്തറ. അങ്ങ് വഫാത്തായാൽ പിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇപ്പൊ വഫാത്തായിരിക്കുന്ന ഒരു മരയില് അങ്ങനെ ഞങ്ങളെ വിശ്വാസം അങ്ങനെ. അതിൽ പിന്നെയും ആൽമാർക്ക് സഹായാക്കുന്ന ഒരു കഴിവ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങക്ക് കൊടുത്തുറ. ആ കൊടുത്തുറുണ്ടായെങ്കിൽ അത് എന്തൊരു തെളിവും. മുഹമ്മദുർ റസൂലുള്ളാഹി നിങ്ങമേ ചെന്നാറ് ഇന്നമാന കാസിമുൻ വല്ലാഹു യുഅതി അല്ലെ, നിങ്ങമേ ഉദ്ധരിച്ചാറ് ഫസ്റ്റിಗೆ. അള്ളാഹു ആയിട്ടിക്കട് സർവ്വതും തണ്ടേ, ആ തന്നതിൽ നിന്ന് ഓഹരി വയ്க்கிறവണ് നാനായിട്ടിക്കറ്.
അപ്പൊ അള്ളാഹുവായിട്ട് ഇക്കട് സർവ്വതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുക്കൂടെ. ആ കൊടുത്ത കഴിവ് അതിനെ ഞങ്ങൾ കേക്കടെ സഹായാർത്ഥന ചൊല്ലത്, ഇസ്തിഗാസ ചൊല്ലത്, അത് നബി തങ്ങൾക്ക് കൊടുത്ത കഴിവ് കൊണ്ട് ഞങ്ങൾ കേക്കലായിട്ടിക്കറ്. അത് തെറ്റല്ല. ഇമാം തഖിയുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ് അതിനെ സംബന്ധിച്ച് കിതാബെ എഴുതിര്. എങ്ങനെ കിതാബിന്റെ പേര് വന്നിട്ടുണ്ടാ? ഷിഫാഉസ് സഖാം, രോഗിക്ക് ഷിഫ ആയിട്ടിക്കറ് അല ഖൈറിൽ അനാം. എങ്ങനെ രോഗമുള്ള ഈ സലഫിക്ക് ഒരു ഷിഫ നല്ല 1-1.5 ഇഞ്ചക്ഷൻ ആയിട്ടിക്കടത്.